ഹായ് നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ ലെറ്റ്സ് ടോക്ക്. സോ ഇന്ന് ABC ജ്യൂസ് ഉണ്ടാക്കിയപ്പോഴാണ് ഓർത്തത് ഇതിനെക്കുറിച്ചൊരു എങ്ങനെ ഇത് നമുക്ക് കൺസ്യൂം ചെയ്യാം, എങ്ങനെ ഡെയിലി കൺസ്യൂം ചെയ്യാൻ ഒക്കുമോ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയണമെന്ന്. നമുക്ക് കൂടുതലായിട്ട് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ അറിയാവുന്നതാണ് അല്ലേ, എങ്കിലും ഗുണങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ ദോഷവശങ്ങൾ ഉണ്ടോ എന്നും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമുക്കറിയാം ABC എന്ന് പറയുമ്പോൾ ആപ്പിൾ, ബീറ്റ്റൂട്ട് ആൻഡ് ക്യാരറ്റ് വി ആർ യൂസിങ് isn't it? അതിൻ്റെ കൂടെ നമ്മൾ ലെമൺ ജ്യൂസ് ഒഴിക്കാം, അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് ജിഞ്ചർ ഇടാം. ഇതൊക്കെ ഡീറ്റോക്സിഫിക്കേഷന് വേണ്ടിയിട്ടാണ്, എസ്പെഷ്യലി ലിവറിൻ്റെ ടോക്സിൻസ് ക്ലിയർ ചെയ്യാൻ, ഫ്ലഷ് ഔട്ട് ചെയ്യാനായിട്ട്, പോയിസണസ് കെമിക്കൽസ് ഒക്കെ ഫ്ലഷ് ഔട്ട് ചെയ്യാനായിട്ട്. ലിവറിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ആപ്പിൾ എന്ന് പറയുന്നത് വിറ്റമിൻ എ ഉണ്ട്, വിറ്റമിൻ സി ഉണ്ട്, അതുപോലെ ക്യാരറ്റിൽ വിറ്റമിൻ എ ഉണ്ട്, ബീറ്റ കരോട്ടിൻ ഉണ്ട് അല്ലേ. അതുപോലെ ബീറ്റ്റൂട്ടിൽ അയൺ ഫോളേറ്റ് ഉണ്ട്. സോ അല്ലാതെ കുറേ ന്യൂട്രിയൻസും ഒക്കെ വിറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. സോ ഈ മൂന്നിലും ഉള്ളത് മെയിനായിട്ട് വിറ്റമിൻ എയും ഉണ്ട്, അതുപോലെ അയണും ഉണ്ട്. ഹീമോഗ്ലോബിൻ കണ്ടന്റ് കൂടുതൽ നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടും അല്ലേ. ഈ ജ്യൂസ് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും വിറ്റമിൻ എയും നമ്മുടെ ബ്ലഡ് പ്യൂരിഫിക്കേഷനും അങ്ങനെ ദെയർബൈ ഡിറ്റോക്സിഫിക്കേഷനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇമ്മീഡിയറ്റ് എനർജിക്കുള്ള ഒരു ഒരു എനർജി കിട്ടാനുള്ള ഒരു സോഴ്സാണ് ഈ ABC ജ്യൂസ്. പക്ഷേ ഉണ്ടല്ലോ, നമുക്ക് ഡെയിലി കുടിക്കാമോ? അധികമായ അമൃതും വിഷമാണെന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്, അതായത് വളരെ ശ്രദ്ധിക്കണം. ഇതെന്നും ഡെയിലി കൺസപ്ഷൻ അത് അത്ര നല്ലതല്ല. എന്തുകൊണ്ടെന്നാൽ ഓക്സലേറ്റ്സ് ഉണ്ട് ബീറ്റ്റൂട്ടിലൊക്കെ. സോ അതൊക്കെ അടിഞ്ഞു കൂടിയിട്ട് ലോങ് ടൈമിൽ കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ചിലരിലൊക്കെ ഡെയിലി ഇത് കഴിക്കുമ്പോൾ റോ ആയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ, ജ്യൂസായിട്ടും ഒക്കെ കുടിക്കുമ്പോൾ, ഈ ക്യാരറ്റും ബീറ്റ്റൂട്ടും കൂടെ കുടിക്കുമ്പോൾ അലർജിക്ക് കണ്ടീഷൻ ഉണ്ടാകാനും, പിന്നെ നമുക്കറിയാം യൂറിൻ കളറൊക്കെ ടെമ്പററി ആണെങ്കിലും അതൊക്കെ ചേഞ്ച് ആവുന്നുണ്ട്, ടെമ്പററി അതൊക്കെ. സോ ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. സോ അതുകൊണ്ട് നമ്മൾ ഡെയിലി ഇത് കുടിക്കാതിരിക്കുന്നതാണ് നല്ലത്. ലോങ് ടൈമിൽ നമ്മുടെ കിഡ്നിക്കൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടാകും. അത് വീക്കിലി ഒരു ത്രൈസോ ട്വൈസോ ഒക്കെ ആക്കി ചുരുക്കുന്നതാണ് നല്ലത്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.